അപ്പോൾ സ്കിൽ ആൻഡ് വിൽ അതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളതാണ് നമ്മൾ ചോദിച്ചത്. ഏതാ? അനിൽകുമാർ സാർ, വെൽക്കം സാർ. ഒന്നും അറിയാത്ത മനുഷ്യനാണ് ഞാൻ. അതാണ് ആ ടാഗ് ലൈൻ. ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ എന്ത് ചെയ്യണമെന്നറിയാം. ബാക്കി ഒന്നും എനിക്കറിയില്ല. ഞാൻ പഠിക്കാൻ പോകാറുമില്ല. നമ്മുടെ ബ്രെയിൻ ബേസിക്കലി 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് റെപ്റ്റിലിയൻ ബ്രെയിൻ, മറ്റൊന്ന് ലിംബിക് ബ്രെയിൻ, മറ്റൊന്ന് നിയോ കോർട്ടെക്സ് ബ്രെയിൻ. ഈ 3 ബ്രെയിനിനും 3 തരം പ്രവർത്തനങ്ങളാണുള്ളത്. ഒന്നുകിൽ ഈ ശരീരം പ്രവർത്തിക്കാതെ ഇരുന്ന് തുരുമ്പിച്ച് തീരും, അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ച് തേഞ്ഞ് തീരട്ടെ. ബട്ട് ആ ഒരു മേഖല, അങ്ങനത്തെ ഒരു ട്രെയിനിങ് മേഖലയിൽ വലിയൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, മനസ്സെന്ന് പറയുന്നത് ഒരു അത്ഭുത സാധനമാണെന്നും അത് നമ്മളിങ്ങനെ അതിനെ എന്തൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ സംഭവിച്ചു കളയും. അങ്ങനെയൊക്കെ എന്തൊരു രീതിയിലേക്ക് പോയി. അത് പോയിട്ട് ഇപ്പം അത് മന്ത്രവാദം പോലെ ആയിട്ടില്ല ഏകദേശം. ഈ ലോകം മുഴുവൻ നിങ്ങളെക്കുറിച്ച്, റിജിൽ നിങ്ങൾ ഈ ലോകം കീഴടക്കാനാണ് ജനിച്ചത്, റിജിൽ നീയാണ് നാളെയുടെ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവനും റിജിലിന് ചുറ്റും നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, പക്ഷെ റിജിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങൾ വിജയിക്കുകയില്ല. എന്നാൽ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്തുവാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും.